പ്രതിപക്ഷം തലസ്ഥാനത്ത് UDF പ്രതിഷേധ സംഗമം. പകൽ വാർത്തയിലേക്ക് വിശദമായി. പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതിക്കൂട്ടിലാക്കിയ PV അൻവറിന്റെ ആരോപണങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി. ADGP MR അജിത് കുമാറിനെതിരായ ആരോപണം DGP അന്വേഷിക്കും. അച്ചടക്കം ലംഘിക്കുന്നവർക്കെതിരെ നടപടി ഉറപ്പാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു മുൻവിധിയും ഒരു കാര്യത്തിലും പ്രകടിപ്പിക്കാറില്ല. അപ്പോൾ പ്രശ്നങ്ങൾ ചിലതിപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ, ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ഉണ്ടല്ലോ, അപ്പോൾ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. തനിക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും ഔദ്യോഗിക സംവിധാനത്തിലൂടെ അന്വേഷിക്കട്ടെ എന്നായിരുന്നു ADGP MR അജിത് കുമാറിന്റെ പ്രതികരണം. എനിക്ക് അഗൻസ്റ്റ് റേസ് ചെയ്തിട്ടുള്ള എല്ലാ ആരോപണങ്ങളുടെയും നിജസ്ഥിതി മനസ്സിലാക്കി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട DGPക്കും ഉണ്ട്. അവരന്വേഷിക്കട്ടെ. അതേസമയം ആരോപണ വിധേയനായ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റും. പകരം H വെങ്കടേഷിന്റെയും ബൽറാം കുമാർ ഉപാധ്യായയുടെയും പേരുകളാണ് പരിഗണിക്കുന്നത്. പത്തനംതിട്ട SP സുജിത് ദാസിനെ സസ്പെൻഡും ചെയ്തു. വിവാദങ്ങൾക്കിടെ പോലീസ് തലപ്പത്ത് വൻ ചേരിതിരിവാണ്. MR അജിത് കുമാർ അടുത്ത പോലീസ് മേധാവിയാകാനുള്ള നീക്കം നടത്തുകയായിരുന്നു എന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ വിവരം ചോർത്തിയെന്ന പേരിൽ P വിജയനെതിരായ നടപടിക്ക് പിന്നിൽ അജിത് കുമാർ ആണ് എന്നും വിമർശനമുണ്ട്. അതിനിടെ പോലീസിൽ അടിമ ഉടമ ബന്ധം നിലനിൽക്കുന്നുവെന്ന് പോലീസ് അസോസിയേഷനിൽ പ്രമേയം ഉണ്ടായി. പൊതുജനങ്ങളോട് മാന്യമായ പെരുമാറ്റം ഉണ്ടാകണമെന്ന് നിർദ്ദേശിക്കുന്ന ഉന്നതർ തന്നെ ഇങ്ങനെ പെരുമാറുകയാണ്. പോലീസ് സേനയുടെ പ്രവർത്തനം പല തട്ടിലാണ് എന്ന് ധ്വനിപ്പിക്കുന്നതാണ് ഉന്നത ഉദ്യോഗസ്ഥന്റെ ഫോൺ സംഭാഷണമെന്നും ഇക്കാര്യത്തിൽ മാതൃകാപരമായ തിരുത്തൽ ഉണ്ടാകണമെന്ന ആവശ്യവും പ്രമേയത്തിലുണ്ട്. ഡാൻ കുര്യൻ, G ശ്രീജിത്ത് എന്നിവർ ചേരുന്നു. ആദ്യം ഡാൻ കുര്യനിലേക്ക്. ഡാൻ, PV അൻവർ തൊടുത്തുവിട്ട ആരോപണ ശരങ്ങളാണ്. അതിൽ ഇപ്പോൾ MR അജിത് കുമാർ വീഴുന്ന സാഹചര്യം, പണി വരുന്നുണ്ട് എന്നുള്ള വ്യക്തമായ മുൻ അറിയിപ്പ് അത് ലഭിച്ചിരുന്നു. എന്തൊക്കെയാണ് ആദ്യ നടപടികൾ? എൽദോ, സ്വാഭാവികമായി ഇത്തരമൊരു വിവാദം കഴിഞ്ഞ ദിവസം PV അൻവർ തന്നെ പരസ്യമായി നടത്തിയ പ്രതികരണങ്ങളിലൂടെയാണ് ഉരുത്തിരിയുന്നത്. ആദ്യഘട്ടത്തിൽ പാർട്ടിക്ക് അതീതമായി PV അൻവർ നടത്തുന്ന ആക്ഷേപങ്ങൾ എന്ന തരത്തിലായിരുന്നു ഈ വിമർശനങ്ങൾ ഉയർന്നു വന്നതെങ്കിൽ പിന്നീട് പാർട്ടി നേതൃത്വത്തിന്റെ കൃത്യമായ ധാരണയോടെ തന്നെയാണ് PV അൻവർ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് ശരിവെക്കുന്ന തരത്തിലായിരുന്നു ഇന്നുണ്ടായിരിക്കുന്ന സാഹചര്യങ്ങൾ. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ തന്റെ വിഷയത്തിൽ രാവിലെ നടത്തിയ പ്രതികരണമാണ് അതിലേക്ക് സൂചന വെച്ചത്. അതിൽ ഗൌരവതരമായ വിഷയമാണ് അൻവർ ഉന്നയിച്ചത്. അതിൽ അന്വേഷണം വേണമെന്ന തരത്തിലായിരുന്നു MV ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണം. അതിന് പിന്നാലെയാണ് പോലീസ് അസോസിയേഷന്റെ യോഗം, സമാപന യോഗം കോട്ടയത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും അതിനിടയിൽ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് സംസ്ഥാന പോലീസ് മേധാവി തന്നെ അന്വേഷിക്കും എന്ന പ്രഖ്യാപനം നടത്തുകയും ചെയ്തത്. അപ്പോഴാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് തന്നെ MR അജിത് കുമാറിന്റെ പല ഇടപെടലുകളിലും വിമർശനമുണ്ടായിരുന്നു, അസംതൃപ്തി ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ കൂടി പുറത്തുവരുന്നത്. അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബെ സാഹിബ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇക്കാര്യം ധരിപ്പിച്ചിട്ടുണ്ട് എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. അനിൽ കാന്ത സംസ്ഥാന പോലീസ് മേധാവിയായിട്ടിരിക്കുകയാണ് ക്രമസമാധാന ചുമതലയിലേക്ക് MR അജിത് കുമാർ വരുന്നത്. അദ്ദേഹത്തിന്റെ കാലം മുതൽക്കേ DGP എടുക്കേണ്ട പല തീരുമാനങ്ങളും കൈക്കൊണ്ടിരുന്നത് MR അജിത് കുമാറാണെന്നും ഭരണതലത്തിൽ അജിത് കുമാറിനുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് വന്ന 2 പോലീസ് മേധാവിമാരെയും റബ്ബർ സ്റ്റാമ്പാക്കി മാറ്റുകയായിരുന്നുവെന്നുമാണ് അദ്ദേഹത്തിന്റെ മറുചേരി പ്രധാനമായി ഉന്നയിക്കുന്ന ആക്ഷേപം. അതോടൊപ്പമാണ് നേരത്തെ എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഭീകരവിരുദ്ധ സ്ക്വാഡിന് നേതൃത്വം നൽകിയിരുന്ന P വിജയൻ അദ്ദേഹം മാധ്യമങ്ങൾക്ക് വിവരം ചോർത്തി നൽകിയെന്ന വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായത്.
പി വിജയനെതിരായ പ്രതികാര നടപടിക്ക് പിന്നിൽ എം.ആർ. അജിത് കുമാറിന്റെ ഇടപെടൽ കൂടി ഉണ്ടായിരുന്നു എന്ന വിമർശനമാണ് ഇപ്പോൾ സേനയ്ക്കുള്ളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു കേൾക്കുന്നത്. ഈ ആക്ഷേപങ്ങൾക്കൊക്കെ നടുവിലാണ് എം.ആർ. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നിർണായക പദവിയിൽ നിന്ന് മാറ്റിയേക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രധാനമായി 2 പേരുകളാണ് ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിലുള്ളത്. അതിലൊന്ന് ക്രൈംബ്രാഞ്ച് മേധാവി, ക്രൈംബ്രാഞ്ച് ADGP എച്ച് വെങ്കടേഷിന്റെ പേരാണ്. അദ്ദേഹം 1ാം പിണറായി സർക്കാരിന്റെ കാലത്തടക്കം നിർണായകമായ പല പദവികൾ വഹിച്ച വ്യക്തിയാണ്. ബെക്കോടെ തലപ്പത്തുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തെ തന്നെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആക്കണമെന്ന ആവശ്യം ഒരു വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നു. സർക്കാരിന് കൂടി സ്വീകാര്യനായ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പേരിന് തന്നെയാണ് മുൻതൂക്കം. പക്ഷേ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ വിയോജിപ്പ് അറിയിച്ചാൽ ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ള നിർണായകമായ പദവികൾ വഹിച്ച വ്യക്തിയാണ് ബൽറാം കുമാർ ഉപാധ്യായ. അദ്ദേഹത്തെ കൂടി സംസ്ഥാന ക്രമസമാധാന ചുമതലയുള്ള ADGP പദവിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകളും തേടുന്നുണ്ട്. മനോജ് എബ്രഹാമിന്റെ പേര് ആദ്യഘട്ടത്തിൽ ഉയർന്നു കേട്ടിരുന്നെങ്കിലും ജനുവരിയിൽ അദ്ദേഹം DGP പദവിയിലേക്ക്, DGP തസ്തികയിലേക്ക് ഉയരുന്ന സാഹചര്യമുള്ളതിനാൽ നിലവിൽ അദ്ദേഹം ഇന്റലിജൻസ് മേധാവിയാണ്. അദ്ദേഹത്തെ ഇന്റലിജൻസ് തലപ്പത്ത് തന്നെ തുടരാൻ അനുവദിച്ചാൽ മതി എന്നൊരു നിലപാടിലാണ് ആഭ്യന്തര വകുപ്പെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം PV അൻവർ MLA-യുമായി വിവാദ ഫോൺ സംഭാഷണം നടത്തിയ പത്തനംതിട്ട SP ആയിരുന്ന സുജിത് ദാസിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുവെന്ന വിവരങ്ങളാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി അത്തരമൊരു നീക്കം ഉണ്ടാകുമ്പോൾ അടുത്ത വിക്കറ്റ് ക്രമസമാധാന ചുമതലയുള്ള ADGP എം.ആർ. അജിത് കുമാറിന്റേതാകുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് സംശയം ബാക്കിയാകുന്നത്. നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ക്രമസമാധാന ചുമതലയിൽ നിന്ന് എം.ആർ. അജിത് കുമാറിനെ മാറ്റുന്നതിനപ്പുറത്തേക്ക് കടുത്ത നടപടികളിലേക്ക് സർക്കാർ കടന്നാൽ മുഖ്യമന്ത്രി എം.ആർ. അജിത് കുമാറിനെ കൈവിട്ടു എന്നതിന്റെ കൃത്യമായ സന്ദേശമായി മാറും. അത് തന്നെയാണ് രാവിലെ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം തന്നെ എം.ആർ. അജിത് കുമാറിനെതിരെയുള്ള പരോക്ഷമായ വിമർശനമാണ് എന്ന വിലയിരുത്തലുകൾ ഇതിനോടകം തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എം.ആർ. അജിത് കുമാർ രാവിലെ പോലീസ് അസോസിയേഷൻ യോഗത്തിൽ നടത്തിയ പ്രസംഗവും അതിനോട് ചേർത്ത് വെച്ച് തന്നെ വായിക്കണം. ഇനിയൊരു അവസരം ലഭിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവിടെ സംസാരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അന്വേഷണ വിധേയമായി അദ്ദേഹത്തെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് പോലീസ് മേധാവി നേതൃത്വം നൽകുന്ന അന്വേഷണത്തിന് വിധേയനാകേണ്ടി വരുമോ? പോലീസിന്റെ തലപ്പത്ത് സേനയെ മുഴുവൻ നിയന്ത്രിച്ചിരുന്ന എം.ആർ. അജിത് കുമാറിനെതിരെ 2 ദിവസം കൊണ്ട് PV അൻവർ തൊടുത്തുവിട്ട ശരങ്ങൾ അത് അദ്ദേഹത്തിന്റെ സ്ഥാനം തെറിപ്പിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ഗുരുതരമായ ആക്ഷേപങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവി തന്നെ അന്വേഷണം നടത്തുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുമ്പോൾ സുജിത് ദാസിന് പുറമെ എം.ആർ. അജിത് കുമാറിനെതിരെ വകുപ്പ് തലത്തിൽ നടപടി ഉണ്ടാകുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. ഡാൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരണപക്ഷത്തെ ഒരു MLA ആണ് PV അൻവർ. അൻവർ ഇന്നലെ അത്തരത്തിൽ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഇതാ പത്തനംതിട്ട SP സസ്പെൻഡ് ചെയ്തു. ADGPക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ഒരു അസാധാരണമായിട്ടുള്ള കാര്യങ്ങളാണ് കേരള പോലീസിൽ സംഭവിക്കുന്നത്. ആഭ്യന്തര വകുപ്പിനെ ഇത്രമാത്രം പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം ഇതിനു മുൻപ് ഇത്തരത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അത്യപൂർവമായി തന്നെ കണക്കാക്കുകയും വേണം. ഈ സുജിത് ദാസിനെതിരെ നടപടിയെടുക്കുന്ന സാഹചര്യം, ADGPക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്ന സാഹചര്യം, മാത്രമല്ല എം.ആർ. അജിത് കുമാർ അടുത്ത DGP ആകാൻ നീക്കം നടത്തുന്ന ആളാണെന്ന് ഏറെക്കുറെ വ്യക്തവുമായിരുന്നു. ആ വെള്ളം അങ്ങ് വാങ്ങിവെക്കുക എന്നുള്ളതാണ് PV അൻവറിന്റെ നിലപാടും. ഇനി എന്തൊക്കെ അസാധാരണത്വങ്ങൾ കാണേണ്ടി വരും ഈ സേനയുടെ തലപ്പത്ത് ഡാൻ? 2025 എം.ആർ. അജിത് കുമാറും DGP പദവിയിലേക്ക്, DGP തസ്തികയിലേക്ക് ഉയരേണ്ട വ്യക്തിയായിരുന്നു. അദ്ദേഹം ക്രമസമാധാന ചുമതലയിൽ സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള നീക്കം ഇതിനോടകം തന്നെ നടത്തുകയായിരുന്നുവെന്ന ആക്ഷേപമാണ് അദ്ദേഹത്തിനോട് വിയോജിപ്പുള്ള, അദ്ദേഹത്തിന്റെ നടപടികളിൽ കടുത്ത അതൃപ്തിയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ രഹസ്യമായി വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് ഇപ്പോഴുള്ള ഈ നീക്കങ്ങൾക്ക് പിന്നിലെന്ന് നമുക്ക് ചേർത്ത് വായിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ആ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്തേക്ക് എം.ആർ. അജിത് കുമാർ 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് എത്തിയതിനു ശേഷം P. ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയതിനു ശേഷം അദ്ദേഹവുമായി എം.ആർ. അജിത് കുമാർ വളരെ അഭേദ്യമായ വ്യക്തിബന്ധം പുലർത്തിയിരുന്നെന്നും നിർണായകമായ പല തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നത് അവർ തനിച്ചായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ, ആക്ഷേപങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നത് എന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാൻ കഴിയും. അത്തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ക്രമസമാധാന ചുമതലയിൽ നിന്ന് എം.ആർ. അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം
പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ടായിരുന്നു എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്ക് കൂടി സ്വീകാര്യനായ ഒരു വ്യക്തിയായിരിക്കും ഇനി ക്രമസമാധാന ചുമതലയുടെ ADGP ആയി നിയമിക്കുക എന്ന വിവരങ്ങൾ ആദ്യഘട്ടം മുതൽ തന്നെ പുറത്തു വരുന്നുണ്ടായിരുന്നു. അവിടെയാണ് എച്ച് വെങ്കടേഷിന്റെയും ബൽറാം കുമാർ ഉപാധ്യായുടെയും സാധ്യത വർദ്ധിക്കുന്നത്. അതിൽ തന്നെ എച്ച് വെങ്കടേഷ് കുറ്റാന്വേഷണ മികവിന് നിരവധി തവണ സ്തുത്യർഹമായ സേവനത്തിന് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ്. വിവാദമായ രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ സത്യം കേസ് അടക്കം, സത്യം കോടക്കേസ് അടക്കം അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ എച്ച് വെങ്കടേഷിന് ക്രമസമാധാന ചുമതലയിലേക്ക് കടന്നു വരുന്നതിനുള്ള സാധ്യത ഏറെയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനം കൂടി അക്കാര്യത്തിൽ നിർണായകമാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒരുപക്ഷെ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ വിയോജിപ്പ് അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ബൽറാം കുമാർ ഉപാധ്യായ, അദ്ദേഹം ജയിൽ മേധാവിയാണ്, അദ്ദേഹത്തിനായിരിക്കും പിന്നീട് നറുക്കുവരിക. ഈ രണ്ടു പേരിൽ ഒരാൾ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന നിർണായകമായ പദവിയിലേക്ക് ഉയരുകയാണ് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അവിടെ ഇനി ഉറപ്പാകാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. അത് MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നതിനപ്പുറത്തേക്ക് വകുപ്പ് തല അന്വേഷണം അദ്ദേഹത്തിന്റെ പേരിൽ നടത്തുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുമോ, അത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി കടക്കുമോ, ആഭ്യന്തര വകുപ്പ് കടക്കുമോ എന്നതാണ് ഇനി നിർണായകമായ കാര്യം. അവിടെ MR അജിത് കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ അത് അൻവറിന്റെ മാത്രം അറിവോടെയല്ല, അതിനപ്പുറത്തേക്ക് സർക്കാരിലെ ഉന്നതർക്ക് ഇക്കാര്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പമാണ് പാർട്ടി നേതൃത്വത്തിനും അദ്ദേഹം ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് എന്ന വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. PV അൻവർ അദ്ദേഹത്തിന്റെ കൈവശമുള്ള ശബ്ദരേഖകൾ ഉൾപ്പെടെയുള്ള തെളിവുകളുമായി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെ കാണും എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനു മുന്നോടിയായി MR അജിത് കുമാറിനെതിരെ ഏതെങ്കിലും കടുത്ത നീക്കങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണം നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ സംഗ്രഹിക്കുന്ന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കൈമാറുമെന്ന സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ജി ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. കോട്ടയത്ത് പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം അത് പുരോഗമിക്കുകയാണ്. ഇതിനിടെയാണ് ഈ വിവാദങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതിനിടെ അവിടെ ഒരു പ്രമേയം പാസ്സായി. അതിനു മുമ്പ് പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു. അതിനു മുമ്പ് പോലീസ് DGPയുമായി, പോലീസ് മേധാവിയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ശ്രീജിത്ത്, ഈ പോലീസിൽ അടിമ ഉടമ ബന്ധം നിലനിൽക്കുന്നു എന്നുള്ള പ്രമേയം, പൊതുജനങ്ങളോട് മാന്യമായ പെരുമാറ്റം ഉണ്ടാകണമെന്ന് നിർദ്ദേശിക്കുന്ന ഉന്നതർ തന്നെ ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ള പ്രമേയം, പോലീസ് സേനയുടെ പ്രവർത്തനം പല തട്ടിലാണ് എന്ന് ധ്വനിപ്പിക്കുന്ന പ്രമേയം, ഉന്നത ഉദ്യോഗസ്ഥന്റെ ഫോൺ സംഭാഷണം അത്തരത്തിലാണ് എന്നൊക്കെ വ്യക്തമാക്കുന്ന തരത്തിൽ വലിയ വിവാദമാകാൻ സാധ്യതയുള്ള, കൂടുതൽ ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള വിഷയങ്ങളാണല്ലോ ഉന്നയിക്കപ്പെടുന്നത്. എന്തൊക്കെയാണ് പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലെ സംഭവങ്ങൾ? തീർച്ചയായും പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തെ സംബന്ധിച്ച് ഏറ്റവും നാടകീയമായ ദിവസമായിരുന്നു ഇന്ന് എന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും MR അജിത് കുമാറും DGP ഷെയ്ഖ് ദർവേഷ് സാഹിബും ഉൾപ്പെടെ വേദി പങ്കിടുന്നു. അവിടെ ഉണ്ടാകുന്ന സംസാരങ്ങൾ, അതിനൊക്കെ അപ്പുറത്തേക്കാണ് എൽദോ നേരത്തെ ചൂണ്ടിക്കാണിച്ചപ്പോഴുള്ള പ്രമേയം കൂടി സമ്മേളനത്തിൽ വരുന്നത്. പോലീസിൽ ഒരു ചെറിയ വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥരെ കുറിച്ചാണ് ഈ അസോസിയേഷന്റെ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രമേയമായി. അടിമ ഉടമ ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ ഒരു വിമർശനമാണ് ഈ അസോസിയേഷൻ യോഗത്തിലുള്ളത്. മാത്രമല്ല, ഫലത്തിൽ ഏതാണ്ട് സുജിത് ദാസിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും സുജിത് ദാസിനെ പറയാതെ പറഞ്ഞുകൊണ്ടാണ് ഈ ഫോൺ സംഭാഷണം പുറത്ത് വന്നതോടുകൂടി ഈ പോലീസ് സേനയുടെ പ്രവർത്തനം പല തട്ടിലാണ് എന്ന് ദ്യോതിപ്പിക്കുന്ന വിധത്തിലാണ് ഈ സംഭാഷണങ്ങൾ ഉള്ളത്. സാമൂഹിക ഇത്തരം കാര്യങ്ങൾ പ്രചരിച്ചതോടെ പൊതുസമൂഹത്തിന്റെ മനസ്സിലടക്കം സേനയെ സംബന്ധിച്ച് തെറ്റായ ഒരു ചിത്രീകരണത്തിന് കാരണമായിട്ടുണ്ട് എന്നും ഈ പ്രമേയത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ഇത്തരം അടിമ ഉടമ ബന്ധം, മാനസികാവസ്ഥ പുലർത്തുന്ന ചില ഉദ്യോഗസ്ഥർ ഈ സേനയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അത്തരക്കാരെ തിരുത്തിക്കാൻ അതിന് ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നും അതിന് പോലീസ് വകുപ്പ് മുൻകൈ എടുക്കണമെന്നും ഈ പ്രമേയം ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും എൽദോ നേരത്തെ ഡാനൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്തകളുടെ, അതായത് രാഷ്ട്രീയ ഈ സ്വാഭാവികമായും PV അൻവർ, അതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഒക്കെ വന്നതിന് പിന്നാലെ നടക്കുന്ന ഒരു സമ്മേളനമായി ഇത് മാറി എന്നുള്ളതാണ് ശ്രദ്ധേയം.
ഏതുന്നതനായാലും അപമാനമുണ്ടാക്കിയാൽ മുഖം നോക്കാതെ നടപടി എടുക്കുമെന്നത് അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ വിഷയങ്ങൾ മുഖ്യമന്ത്രി അതിന് തൊട്ട് മുൻപ് നടത്തിയ പ്രസംഗത്തിൽ പറയുകയും ചെയ്തു. ബാഹ്യ ഇടപെടൽ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടാകില്ല, പക്ഷേ ഒരാളുടെ തെറ്റ് ആകെ അപമാനമുണ്ടാക്കുന്ന സാഹചര്യമുണ്ട് എന്ന്. അത് എം.ആർ. അജിത് കുമാറിന്റെ പേരൊന്നും എടുത്ത് പറഞ്ഞുകൊണ്ടല്ല, പക്ഷെ അദ്ദേഹത്തെ കൂടി വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരം സംഭാഷണങ്ങൾ നടത്തിയത്. സേനയ്ക്ക് അപമാനമുണ്ടാക്കുന്നവരെ വെച്ചു പൊറുപ്പിക്കില്ല എന്നും തീർത്തു പറയുകയാണ്. തുടർന്നാണ് എം.ആർ. അജിത് കുമാർ സംസാരിച്ചത്. ഒരുപക്ഷെ ഒരു വിടവാങ്ങൽ പ്രസംഗം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു എം.ആർ. അജിത് കുമാറിന്റെ പ്രസംഗം ഉടനീളം വന്നത്. പോലീസ് സേനയിൽ താനെന്തു മാറ്റം കൊണ്ടുവന്നു എന്ന് കൃത്യമായി തന്റെ പേര് തന്നെ എടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഏതാണ്ട് 29 വർഷമായി ഈ സേനയിൽ പ്രവർത്തിക്കുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. CPO ആയി പ്രവർത്തിച്ചിട്ടുണ്ട് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇനി വരുന്ന പരിഷ്കാരങ്ങൾ അടക്കം ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനിടെയാണ് എം.ആർ. അജിത് കുമാർ തന്നെ ചൂണ്ടിക്കാണിച്ചത് താൻ എന്തിനിപ്പോൾ ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ ഇനി ചിലപ്പോൾ ഇത് പറയാൻ അവസരം ഉണ്ടാകില്ല എന്ന് പറയുന്നതോടെ വളരെ കൃത്യമായൊരു സൂചനകൾ തന്നെ എം.ആർ. അജിത് കുമാർ നൽകുന്നു. അദ്ദേഹം സ്വയം മാറി നിൽക്കുമോ എന്നൊക്കെയുള്ള ചോദ്യത്തോട് പിന്നീട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ 4-5 ചോദ്യത്തോട് അദ്ദേഹം കൂടുതൽ ചോദ്യങ്ങളുണ്ടോ എന്ന് ചോദിച്ച ശേഷം ഇതിന് മറുപടി നൽകിയായിരുന്നു. അവിടെ മുഖ്യമന്ത്രിക്ക് താനൊരു കത്ത് നൽകിയിട്ടുണ്ട്. പോലീസ് സർക്കാർ സംവിധാനം പരിശോധിക്കട്ടെ എന്ന മറുപടിയാണ് നൽകിയത്. എന്തായാലും അജിത് കുമാറിന്റെ പ്രസംഗം തുടരുന്നതിനിടെ DGP നേരത്തെ തന്നെ മുഖ്യമന്ത്രി പോയിരുന്നു, വേദി വിട്ടു പോയിരുന്നു. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഒരു പകുതിയോളം പ്രസംഗം എത്തിയപ്പോൾ ഇത് വലിയ രീതിയിൽ നീണ്ടുപോയതോടെ അദ്ദേഹവും വേദി വിട്ടു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു പരിധിവരെ ആ വേദിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് എം.ആർ. അജിത് കുമാറിനെ സർക്കാർ കൈവിട്ടു എന്ന സൂചനകളാണ്. പക്ഷേ ഇക്കാര്യത്തിൽ പരിശോധന നടത്തിയ ശേഷമായിരിക്കും തുടർ നടപടി ഉണ്ടാകുക എന്ന ഉറപ്പ് തന്നെ മുഖ്യമന്ത്രി സമ്മേളന വേദിയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ശരി ശ്രീജിത്ത്, കോട്ടയത്ത് പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ അതിനാടകീയ രംഗങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വീണ്ടും PV അൻവർ MLA ഗുരുതര ആരോപണങ്ങളുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരുന്നു. ADGP എം.ആർ. അജിത് കുമാറിനെതിരെ തന്നെ സോളാർ കേസ് അട്ടിമറിച്ചതിനെ കുറിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ ഓഡിയോ ആയിട്ടാണ് MLA പുറത്തുവിട്ടത്. സോളാർ കേസിലെ പ്രതികളിൽ നിന്ന് പണം വാങ്ങി നൽകാമെന്ന് ADGP പരാതിക്കാരിയോട് പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് പരാതിക്കാരി മൊഴി മാറ്റിയത് എന്നാണ് പുതിയ ശബ്ദരേഖയിലെ വെളിപ്പെടുത്തൽ. ഏറ്റവും അതിശക്തമായ സമരം നടത്തിയ ഒരു കേസായിരുന്നു സോളാർ കേസ്. ആ സോളാർ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നും ഇവിടെ അതിലെ കേസുമായി ബന്ധപ്പെട്ട വാദികൾക്ക് നീതി കിട്ടിയില്ല എന്നുമൊക്കെയുള്ള ഒരു ചർച്ച ഇന്നും രാഷ്ട്രീയ രംഗത്ത് നിലനിൽക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമ്പം സോളാർ കേസ് കയറി വരാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്കയച്ച ആ കേസിനെ സംബന്ധിച്ച് അതെങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു വോയിസ് മെസ്സേജാണ് നിങ്ങളെ ഇന്ന് കേൾപ്പിക്കാനുള്ളത്. വളരെ പ്രധാനമാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആ പാർട്ടി നടത്തിയ ഏറ്റവും നീണ്ടുനിന്ന അതിശക്തമായ ലക്ഷക്കണക്കിന് സഖാക്കൾ തിരുവനന്തപുരം വരെ വന്ന് പട്ടിണി കിടന്ന് ക്യാമ്പ് ചെയ്ത് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് നടത്തിയ ധീരോദാത്തമായ സമരം നമ്മളാരും മറന്നിട്ടില്ല. ആ സംവിധാനത്തെയും ആ പാർട്ടിയെയും ഇടതുപക്ഷ മുന്നണിയെയും കേരളത്തിലെ പൊതുസമൂഹത്തെയും നന്നായി വഞ്ചിച്ചുകൊണ്ട് ആ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നാണ് ഈ ഫോൺ സന്ദേശത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അതിൻ്റെ പ്രധാന ഉത്തരവാദി ഈ പറയുന്ന എം.ആർ. അജിത് കുമാർ ആണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ആ സന്ദേശത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകാം അദ്ദേഹം. അതൊക്കെ ഇനി അന്വേഷിക്കുന്ന, നാളെ ഇതിനൊക്കെ ഒരു അന്വേഷണം വരികയാണെങ്കിൽ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ അന്വേഷിക്കട്ടെ. ADGP എം.ആർ. അജിത് കുമാർ തിരുവനന്തപുരം കവടിയാറിൽ വലിയൊരു കൊട്ടാരം പണിയുന്നുണ്ടെന്നും PV അൻവർ. കവടിയാറിലെ 10 സെന്റ് അജിത് കുമാറിന്റെ പേരിലും 12 സെന്റ് സഹോദരന്റെ പേരിലും രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. 12,000 മുതൽ 15,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടാണ് അജിത് കുമാർ പണിയുന്നതെന്നും PV അൻവർ MLA ആരോപിച്ചു. നമ്മുടെ ഈ ADGP അജിത് കുമാർ
ഒരു വലിയ കൊട്ടാരം പണിയുന്നുണ്ട്. എവിടെ അറിയോ? തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ അഭിമാനമല്ലേ. ആ കവടിയാർ കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ടിലാണ് ബഹുമാനപ്പെട്ട ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ തന്നെ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനായ ബഹുമാനപ്പെട്ട MA യൂസുഫ് അലി സാഹിബ് വീടുള്ളത്. കവടിയാർ കൊട്ടാരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഹെലിപ്പാഡുള്ളത്. അതിന് തൊട്ടടുത്ത് 10 സെന്റ് ഞാൻ കിട്ടിയ വിവരം ഈ പറയുന്ന MR അജിത് കുമാറിൻ്റെ പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 12 സ്ഥലം അദ്ദേഹത്തിൻ്റെ അളിയൻ്റെ പേരിലാണ്. ഇന്നലെ ഈ കോർപ്പറേഷനിൽ കൊടുത്ത പ്ലാന് എടുക്കാൻ വേണ്ടി വൈകുന്നേരമാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ഏകദേശം വിവരം കിട്ടുന്നത്. ശ്രമം നടത്തിയിട്ട് കിട്ടിയിട്ട് ഒരുപക്ഷെ ഇന്ന് കിട്ടുമായിരിക്കും. വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 12,000 സ്ക്വയർ ഫീറ്റാണോ 15,000 സ്ക്വയർ ഫീറ്റാണോ എന്ന് നമുക്ക് വിവരം തന്ന ആളുകളുടെ അടുത്ത് കൃത്യമായ വിവരമില്ല. അത് കോർപ്പറേഷനിൽ നോക്കിയാലേ അറിയുള്ളൂ. അത് ദയവായി നിങ്ങളൊന്ന് പരിശോധിക്കണം. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ ആളുകൾ പോയി നോക്കും. ആ നാട്ടുകാർക്കൊക്കെ അറിയത് ഈ ചങ്ങാതിൻ്റെതാണെന്ന്. കവടിയാർ കൊട്ടാരത്തിലെ ഭൂമിയുടെ വില അറിയോ? 60 തൊട്ട് 75 ലക്ഷം രൂപയാണ് മിനിമം. MA യൂസുഫ് അലി സാഹിബ് വീടുണ്ടാക്കാൻ തിരുവനന്തപുരത്ത് ഒരു സ്ഥലം സെലക്ട് ചെയ്യുമ്പോൾ എവിടെയാണെന്ന് ഇപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് ഒരു അഴിമതിയില്ല, ഒരു കള്ളക്കച്ചവടം ഇല്ല. ഈ ചെരുപ്പേ ഇടുള്ളൂ, 25 രൂപേൻ്റെ കുപ്പായ ഇടൂ, ഒരു കീറി പറഞ്ഞ പാൻറ്റേ ഇടുള്ളൂ. പാവപ്പെട്ട DGP. അപ്പോൾ ദയവായി നിങ്ങൾ അതും കൂടി ഒന്ന് അന്വേഷിക്കണം. എന്നിട്ട് എനിക്ക് അതൊന്ന് TV-യിലൊന്ന് കാണണമെന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ നിങ്ങളുടെ സബോർഡിനേറ്റ്സിനെ ഒന്ന് വിളിച്ച് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ADGP-ക്കെതിരെ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ റിട്ടയർഡ് ജഡ്ജി അന്വേഷിക്കണമെന്നും PV അൻവർ ആവശ്യപ്പെട്ടു. ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ മുഖ്യമന്ത്രിയെ കാണുമെന്നും അൻവർ വ്യക്തമാക്കി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നാളെ പോയി കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് ഈ സേനയിലേക്ക് കടന്നു വരുമ്പോൾ അവരെടുത്ത സത്യപ്രതിജ്ഞ അതേപടി പാലിച്ച് ജീവിക്കുന്ന നല്ല നല്ല ഉദ്യോഗസ്ഥരുടെ ആ ഉദ്യോഗസ്ഥരുടെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി വളരെ ഉന്നതനായ വിശ്വസ്തനായ ഒരു പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിക്കാൻ പോകുന്നത് ഒരു റിട്ടയർഡ് ജഡ്ജിയെ ഈ കേസിൻ്റെ നിരീക്ഷണത്തിന് ഏർപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതുകൂടി സാധ്യമാക്കിക്കൊണ്ട് ഈ കേസുകൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ADGP അജിത് കുമാറിനെതിരെ കൂടുതൽ ഗുരുതര ആരോപണങ്ങളാണ് PV അൻവർ MLA ഉന്നയിച്ചത്. ADGP സ്വർണ്ണക്കടത്ത് റിങ്ങിന്റെ തലവനാണെന്ന് PV അൻവർ ആരോപിച്ചു. ഇതിന് തെളിവായി പേര് വെളിപ്പെടുത്താത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ശബ്ദ സന്ദേശം അൻവർ കേൾപ്പിക്കുകയും ചെയ്തു. ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അജിത് സാറിന്റെ ഭാര്യയുടെ തൃശ്ശൂരിലുള്ള ബന്ധുക്കളാണ്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എനിക്കിവിടെ പേഴ്സണലി അറിയാവുന്ന കാര്യമാണ് സാർ. അജിത് സാറിന്റെ ഈ കള്ളക്കടത്ത് രംഗത്തെ സഹായിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് സാർ. പുള്ളിയുടെ സംഘത്തിൽ പെടാത്തവരായ 4 സ്വർണ്ണം കടത്തിക്കൊണ്ട് എയർപോർട്ടിന് പുറത്തെത്തിയാൽ മലപ്പുറം SP ആയിരുന്ന സുജിത് സാറിന്റെ നേതൃത്വത്തിലുള്ള ഗോൾഡ് സ്മഗ്ലിംഗ് ഇൻവെസ്റ്റിഗേഷൻ ടീം മിക്കവരെയും പിടികൂടും. ഇതിന്റെ വ്യക്തിപരമായ അന്വേഷണത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത് അജിത് സാറ് കണ്ണിയായ ദുബൈയിലെ ഒരു സ്വർണ്ണക്കടത്ത് സംഘം ഇതിന്റെ പുള്ളിയുടെ ബാക്കിലുണ്ടെന്നും ഒരു ചാര സംവിധാനം ഉണ്ടെന്നും ദുബായ് ഹോൾസെയിൽ ഗോൾഡ് മാർക്കറ്റിൽ നിന്ന് മലയാളികൾ 1000 സ്വർണ്ണ ബിസ്ക്കറ്റ് വാങ്ങിയാലും വാങ്ങുന്നതിന് പിന്നിലൊന്ന് അവർ ഏത് ഓഫീസിലേക്കോ വീട്ടിലേക്കോ പോകുന്നതെന്നും മനസ്സിലാക്കുന്നതും ഈ ടീമിന്റെ പിന്നിലുള്ള ബുദ്ധിയാണ്. CV അനുമോദ് ചേരുന്നു വാർത്തയുടെ വിവരങ്ങളുമായി. അനുമോദ മാധ്യമ വാർത്താ സമ്മേളനത്തിൽ അനുമോദ് നേരിട്ട് കേട്ടതാണ്. ഇന്നലെയും ഇത് തന്നെ സംഭവിച്ചു. ഇന്ന് അതിലേറെ കൂടുതൽ ആരോപണങ്ങളുമായി എത്തുകയാണ് PV അൻവർ MLA. ഇന്നലെ ഇത്തരത്തിൽ അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയൊക്കെ ആരോപണം ഉന്നയിച്ചപ്പോൾ എല്ലാവരും സംശയിച്ചു, എങ്ങനെ ഇത്ര ധൈര്യം വരുന്നു, എന്താണ് ഇതിന് പിന്നിൽ ചേതോവികാരം? ഒരുപാട് ഊഹാപോഹങ്ങളുണ്ടായി. അടുത്ത തെരഞ്ഞെടുപ്പിൽ അൻവർ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യത, ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുന്നുണ്ട് എന്ന് തോന്നുന്നു.
തീർച്ചയായും ഇന്നലെ സംശയങ്ങളുടെ മേഘങ്ങളായിരുന്നു ആകാശത്ത് മൂടിക്കെട്ടിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അന്തരീക്ഷം തെളിയുന്നുണ്ട്. കാരണം ഇന്നലെ അൻവർ പറഞ്ഞതിന്റെ തുടർച്ചയാണ് ഇന്നുണ്ടായത്. ഇന്നത്തോടെ ഇതിന് ഒരു ക്ലൈമാക്സിൽ എത്തുന്നു എന്ന സവിശേഷത കൂടിയുണ്ട്. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ സർക്കാരിന്റെ ഉന്നതരുടെ മുഖ്യമന്ത്രിയുടെ അടക്കം അറിവോടെയാണ് എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്താൻ സാധിക്കും. പാർട്ടിയുടെ നേതൃത്വത്തിന്റെ അറിവുണ്ട്. എം വി ഗോവിന്ദന്റെ പ്രതികരണം അതിന് ഉദാഹരണമാണ്. അൻവർ ഒറ്റയ്ക്കല്ല, അൻവറിന് കൂടെ കൃത്യമായ പാർട്ടിയുണ്ട്. അത്തരത്തിൽ ഇതിലൊരു വ്യക്തത വന്നിരിക്കുന്നു. ഇന്ന് രാവിലെ 10 മണിക്കാണ് അൻവർ മലപ്പുറം പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനം വിളിച്ചത്. അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായിട്ടും എം.ആർ. അജിത് കുമാറിനെതിരെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ഉണ്ടായിരുന്നത്. അതിന് തെളിവായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ശബ്ദ സന്ദേശവും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പങ്കുവച്ചു. ആ ശബ്ദ സന്ദേശത്തിലാണ് സോളാർ കേസിന്റെ കാര്യം, സ്വർണ്ണക്കടത്തിന്റെ കാര്യവും എല്ലാം തന്നെ എം.ആർ. അജിത് കുമാറിനെതിരെ അദ്ദേഹം ഉന്നയിക്കുന്നത്. പ്രധാനമായിട്ടും സോളാർ കേസ് അട്ടിമറിച്ചത് എം.ആർ. അജിത് കുമാറിന്റെ ഇടപെടൽ കാരണമാണ്. സരിതയെ ബ്രെയിൻ വാഷ് ചെയ്തത് എം.ആർ. അജിത് കുമാറാണ്. അത് കെ.സി. വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരമാണ്. അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തതിനു ശേഷം മാറ്റപ്പെട്ട മൊഴികളാണ് ഈ കേസിൽ വഴിത്തിരിവായത്, ഈ കേസ് ഇല്ലാതാക്കിയത് എന്നാണ് ഒന്നാമത്തെ ആരോപണം. രണ്ടാമതായിട്ട് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്തിന്റെ വലിയ ഒരു ഗുരുതര ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. എം.ആർ. അജിത് കുമാറിന് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി നേരിട്ട് ബന്ധമുണ്ട്. ഗൾഫിൽ നിന്നും ആര് സ്വർണം വാങ്ങിയാലും അത് അജിത് കുമാറിനറിയാം. അദ്ദേഹത്തിൻ്റെതല്ലാത്ത എല്ലാ സംഘങ്ങളുടെയും സ്വർണവും പിടികൂടും. അതിന് മലപ്പുറത്തെ പോലീസ് നേതൃത്വത്തെ അല്ലെങ്കിൽ സുജിത് ദാസിന്റെ നേതൃത്വമുള്ള സംഘത്തെ അദ്ദേഹം ഉപയോഗിക്കുകയായിരുന്നു. അജിത് കുമാറിന്റെ അറിവില്ലാതെ ആർക്കും സ്വർണം കടത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതിന് കൃത്യമായ സംഘങ്ങളെ നിയോഗിക്കുവാനും അജിത് കുമാറിന് തയ്യാറായിരുന്നു. ഒപ്പം തന്നെ എടവണ്ണയിൽ വെടിയേറ്റ് മരിച്ച റിധാൻ ബേസിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണം അൻവർ എം.എൽ.എ ഉന്നയിച്ചു. റിധാൻ ബേസിലിന്റെ സുഹൃത്ത് ഷാൻ മുഹമ്മദാണ് കേസിൽ പ്രതിയെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഷാൻ മുഹമ്മദിനെതിരെയാണ് ഒന്നാം പ്രതിയായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത് കുടുംബം തന്നെ നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ റിധാൻ ബേസിലിന്റെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ വിവരങ്ങൾ അറിയാമായിരുന്നു. അതിനെ തുടർന്നാണ് അയാൾ കൊല്ലപ്പെട്ടത്. അത് ഷാൻ മുഹമ്മദ് അല്ല, മറ്റാരോ ആണ് കൊന്നിരിക്കുന്നത് എന്നൊരു ആരോപണമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉള്ളത്. നേരത്തെ തന്നെ ഈ റിധാൻ ബേസിലിന്റെ 2 മൊബൈൽ ഫോണുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. റിധാൻ ബേസിലിനെ കൊന്നത് ഷാൻ മുഹമ്മദാണ്. അതിന് കാരണം ഭാര്യയുമായുള്ള അവിഹിത ബന്ധമാണ് എന്ന് പറയണമെന്ന് പറഞ്ഞ് റിധാൻ ബേസിലിന്റെ ഭാര്യയെ പോലീസ് മാനസികമായി ഏറെ ബുദ്ധിമുട്ടിച്ചു, പീഡിപ്പിച്ചു എന്ന ഒരു ഗുരുതര ആരോപണം കൂടി അൻവർ എം.എൽ.എ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് ഒരു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരാതിരിക്കാനാണ് ഇത്തരത്തിലൊരു കാര്യം ചെയ്തത് എന്ന ആരോപണമാണ് അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് അദ്ദേഹം എം.ആർ. അജിത് കുമാറിന്റെ അവിഹിത സ്വത്ത് സമ്പാദനത്തെ കുറിച്ചുള്ള ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചത്. കവടിയാറിൽ വലിയ കൊട്ടാരം കെട്ടുന്നു, അതിന്റെ ദൃശ്യങ്ങൾ സഹിതം നമ്മൾ വാർത്താ സമ്മേളനത്തിന് ഇടയിൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും. മുഖ്യമന്ത്രിയെ കാണുവാൻ ഇന്ന് തന്നെ പുറപ്പെടുന്നുണ്ട്. നാളെ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തും. തന്റെ കൈവശമുള്ള എല്ലാ വിവരങ്ങളും മുഖ്യമന്ത്രിയുമായി പങ്കുവയ്ക്കുകയും ഇക്കാര്യത്തിൽ ഈ ഘട്ടത്തിൽ ഈ ഒരു പോരാട്ടത്തിന്റെ ഒരു ചെറിയ ഇടവേളയിലേക്ക് ഇതോടെ കടക്കുകയാണ്. ഇനി കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്കില്ല. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ച് ഇതിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടും. റിട്ടയർഡ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് ആവശ്യം. സത്യസന്ധരായ ഒരുപാട് ഉദ്യോഗസ്ഥർ പോലീസിലുണ്ട്, അവരെ ഇതുമായി സഹകരിപ്പിക്കണം. അത്തരത്തിൽ പോലീസിലെ പുഴുക്കുത്തുകളെ ഒഴിവാക്കുവാൻ വേണ്ടിയുള്ള താൻ പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്ന ഒരു സന്ദേശമാണ് അൻവർ പങ്കുവച്ചത്. എന്നാണെങ്കിലും ഇന്നലെ നമ്മൾ കണ്ട സാഹചര്യം വ്യത്യസ്തമാണ്. ഇന്നലെ അൻവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കും തന്നെ അറിയാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. മുന്നണിയിൽ നിന്ന് പുറത്തു പോകാനാണോ അതോ മറ്റെന്തെങ്കിലും സാഹചര്യത്തിലാണോ എന്ന്. എന്നാൽ ഇന്ന് സാഹചര്യം ഏറെ മാറിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ ഒപ്പം തന്നെ നിന്ന് ഇടതുപക്ഷ നേതാക്കളുടെ അറിവോടെ സമ്മതത്തോടെയാണ് അൻവർ ഇത്തരത്തിലൊരു നീക്കം നടത്തിയിട്ടുള്ളത്. അതിന് എല്ലാവരുടെയും മൗനാനുവാദം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അൻവറിന്റെ വായിലൂടെ വന്ന ആ വാക്കുകൾ ഇടതുപക്ഷത്തിന്റെ ആവശ്യമായിരുന്നു. അതിന്റെ തുടർന്നാണ് ഇപ്പോഴത്തെ ഈ നടപടിക്രമങ്ങൾ എന്നതും വളരെ ശ്രദ്ധേയമാണ്. അതായത് അൻവർ ഉദ്ദേശിച്ചത് അൻവർ സാധിച്ചെടുത്തിട്ടുണ്ട്. അത് ഇടതുപക്ഷത്തിന്റെ കൂടി ആവശ്യമായിരുന്നു എന്നും നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താം. എഴുതോ റൈറ്റ്. CB അനുമതി സൂചിപ്പിച്ചതുപോലെ അൻവർ ഒറ്റയ്ക്കല്ല, ഒരൊറ്റയാനെ പോലെ ഇറങ്ങിയതല്ല അൻവർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മലപ്പുറത്താണ് CB അനുമതി ചേർന്നത്. ഇനി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അൻവർ ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കവടിയാറിൽ, അതായത് തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും കൂടുതൽ സമ്പന്നർ താമസിക്കുന്ന ഇടത്ത്, ആ കവടിയാർ കൊട്ടാരത്തിന് സമീപത്ത് എം.ആർ. അജിത് കുമാറിന് ഒരു കൊട്ടാര സമാനമായിട്ടുള്ള വീട് നിർമ്മാണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എം.ആർ. അജിത് കുമാറിന്റെ ഭൂമിക്ക് പൊന്നും വിലയാണ് അവിടെ. തിരുവനന്തപുരം കവടിയാറിലെ ഗോൾഫ് ക്ലബിന്റെ പിന്നിലാണ് ഈ ഭൂമിയുള്ളത്. ഇവിടെ അജിത് കുമാറിന് 10 സെന്റ് ഭൂമിയുണ്ട്. സെന്റിന് 65 ലക്ഷം രൂപ
വരെ വില ഈ മേഖലയിൽ ഉണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 സംഘമാണ് വി അരുണാണ് ആദ്യമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ആ വീടും അജിത് കുമാറിന്റെ ആ സ്ഥലവും വീട് നിർമ്മാണവും പുറത്തേക്ക് എത്തിച്ചത്. വി അരുണിലേക്ക്. അൻവർ ആരോപിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് ഇതാണ്. ഇവിടെ ഇത് മാത്രമല്ല, മറ്റൊരു സ്ഥലം കൂടി ADGP അജിത് കുമാർ ഇവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ കുറച്ച് ഉൾവശത്ത് നമ്മൾ വേറൊരു സ്ഥലം അവിടെ നമ്മൾ പോയിരുന്നു. അവിടെ 25 ലക്ഷം രൂപയാണ് സെന്റിന് ഇപ്പോൾ പോട്ട് തിരിച്ച് വിൽക്കുന്നത്. ഇത് അതിന് മുൻപുള്ള സ്ഥലമാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ കവടിയാർ കൊട്ടാരത്തിന്റെ പിൻവശമായി വരും. ഗോൾഫ് ക്ലബിന്റെ വശത്തുകൂടി വരുമ്പോൾ ശാസ്താമംഗലത്തേക്ക് പോകുന്ന വഴിയിൽ ആ സ്ഥലത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അവിടെയാണ് ഇത്തരമൊരു വീട് അജിത് കുമാർ നിർമ്മിക്കുന്നത്. ഇത് തന്നെയാണ് അൻവർ ആരോപണമായി ഉന്നയിച്ച സ്ഥലം. ആ സ്ഥലത്ത് നിർമ്മാണം നടക്കുന്നു. ഇവിടെ വീടിന്റെ പ്രാരംഭ പണികൾ മാത്രമാണ് നടക്കുന്നത്. ഇത് ഭൂമിക്കടിയിലേക്ക് ഒരു 1-2 നില ഉണ്ടാകുമെന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണ് താഴേക്ക് ഫൈലിംഗ് നടത്തിയാണ് നിർമ്മിക്കുന്നത്. അതിന്റെ നിർമ്മാണ പ്രാരംഭ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അദ്ദേഹം IPSലെ മുതിർന്ന ഉദ്യോഗസ്ഥരാണ്. സ്വാഭാവികമായും ഇവിടെ ഈ ഭാഗങ്ങൾ വീട് വയ്ക്കുന്ന അത്ര ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സാമ്പത്തികമായൊക്കെ വലിയ മെച്ചമുള്ള ആളുകളും തന്നെയാണ്. പക്ഷേ ഈ സ്ഥലത്ത് ഈ ഭൂമിയുടെ വിലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 25 ലക്ഷം രൂപ ഇതിന് പിൻവശം, ഏതാണ്ട് ഇവിടെ നിന്ന് പുറകിലേക്ക് പോകുന്ന ആ സ്ഥലത്ത് 25 ലക്ഷം രൂപ സെന്റിന് ആ രീതിയിലാണ് നിർമ്മാണ പ്രവർത്തന ഭൂമിയുടെ വിലയുള്ളത്. ആ സ്ഥലത്താണ് അതുപോലെ സ്ഥലത്താണ് സംസ്ഥാന പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. ആ സ്ഥലത്തിന്റെ ഏറ്റവും പ്രത്യേകത തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. ആ ദൃശ്യങ്ങളിൽ കുറച്ചുകൂടി പോകാനാകും. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ ഈ കെട്ടിടം നിർമ്മാണം നടക്കുന്ന സ്ഥലത്തുള്ളതാണ്. ഈ റോഡ് കാണുമ്പോൾ സ്വാഭാവികമായും ഈ സ്ഥലത്തിന്റെ പ്രാധാന്യം, വിലയൊക്കെ നമുക്ക് മനസ്സിലാകും. അവിടേക്ക് കൂടി നമുക്ക് പോകാനാകുമെന്ന് കരുതുന്നു. അതായത് കവടിയാർ നിന്ന് ഗോൾഫ് ക്ലബ്ബ് ഇപ്പോൾ സായി ഏറ്റെടുത്ത് നടത്തുന്ന സായിയുടെ ട്രെയിനിങ് സെന്റർ കൂടിയാണ്. ആ ഗോൾഫ് ക്ലബ്ബാണ് ഇതിന്റെ എതിർവശത്ത്, ഈ കെട്ടിടത്തിന്റെ അല്ലെങ്കിൽ കെട്ടിടം നിർമ്മിക്കുന്ന ഭൂമിയുടെ എതിർവശത്തുള്ളത് ഗോൾഫ് ക്ലബ്ബാണ്. ആ ഗോൾഫ് ക്ലബിന്റെ നേരെ പിൻവശത്ത് നിന്ന് ശാസ്താമംഗലത്തേക്ക് മറ്റും പോകുന്ന വഴിയിലാണ് ഈ സ്ഥലം, അജിത് കുമാറിന്റെ ഇതെന്ന് പറയുന്ന ആ സ്ഥലം ഉള്ളത്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലുള്ളത് ഇപ്പോൾ ഗോൾഫ് ക്ലബിന്റെ മതിലാണ്. ഗോൾഫ് ക്ലബ്ബാണ് അതിന്റെ തൊട്ട് അപ്പുറത്തുള്ളത്. ആ ഭാഗത്തു നിന്ന്, അതായത് തിരുവനന്തപുരത്ത് ഏറ്റവും വിലയേറിയ സ്ഥലങ്ങളിൽ ഒന്ന്, ഇവിടെ എത്ര ലക്ഷം രൂപയ്ക്കാണ് അജിത് കുമാർ ഇത് വാങ്ങിയത് എന്ന് സംബന്ധിച്ച് നമ്മൾ ഗോൾഫ് ക്ലബിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിന്റെ ആ മതില് പിന്നിട്ടാൽ, ഗോൾഫ് ക്ലബിന്റെ മതില് പിന്നിട്ടാൽ നേരെ ഈ പറയുന്ന ഭൂമിയിലേക്ക്, ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തും. അതാണ് ഈ സ്ഥലത്തിന്റെ പ്രാധാന്യം. അത്രയധികം വിലയുള്ള സ്ഥലമാണ്. വളരെ വ്യക്തമാണ്. അതായത് ഈ വീടിന്റെ നിർമ്മാണത്തിന്റെ കൃത്യമായ വീടിന്റെ പ്ലാൻ തന്നെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ പ്ലാന്റെ എലിവേഷൻ നമ്മൾ കാണുന്നു. ആ വീടിന്റെ പ്രധാന മുൻവശത്തെ ആ എലിവേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ഈ രീതിയിൽ ഇവിടെ ഈ സ്വാഭാവികമായി വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലത്ത് കാണുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട 65 ലക്ഷം രൂപ വരെ ഇവിടെ ഒരു സെന്റിന് വിലയുണ്ട് എന്ന് നാട്ടുകാരിൽ ചിലർ നമ്മോട് പറയുന്നു. അത് എത്രത്തോളം യുക്തിഭദ്രമെന്ന് നമുക്ക് വ്യക്തമല്ല. പക്ഷേ 65 ലക്ഷം ആയാൽ പോലും തീർത്തും തള്ളിക്കളയാൻ കഴിയില്ല. 10 സെന്റ് ഭൂമിയാണ് ഇത് ഉള്ളത്. ഇതിന്റെ അകത്ത് 100 മീറ്റർ അപ്പുറത്തേക്ക് ചില റിയൽ എസ്റ്റേറ്റ് ടീമുകൾ, റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ ഭൂമി പ്ലോട്ടായി തിരിച്ചു വിൽക്കുന്ന സ്ഥലമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 25 ലക്ഷം സെന്റിന് ഉണ്ട് എന്ന് പറയുന്നത്. 65 ലക്ഷം രൂപ വരെ ഈ സ്ഥലത്ത് വിലയുണ്ട് എന്നും നാട്ടുകാർ തന്നെ വ്യക്തമാക്കുന്നു. ആ ഒരു സ്ഥലത്താണ് ഇങ്ങനെ നിർമ്മാണം നടക്കുന്നത്. സംസ്ഥാന പോലീസിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ ഒരാൾ അജിത് കുമാർ തിരുവനന്തപുരം സ്വദേശിയാണ്. അദ്ദേഹം ഇത്തരമൊരു സ്ഥലത്ത്, അതായത് 60 ലക്ഷമോ 20 ലക്ഷമോ ആയാൽ പോലും 10 സെന്റ് സ്ഥലം ഇവിടെ വാങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതി അദ്ദേഹത്തിനുണ്ടോ? സ്വാഭാവികമായും അതൊക്കെ പരിശോധിക്കപ്പെടണം. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് PV അൻവർ എന്ന ഭരണപക്ഷ MLA ഒരു ആരോപണത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ്. സ്വാഭാവികമായും അജിത് കുമാറിന്റെ സ്ഥലം, ഇത് വീട് വയ്ക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. മറ്റൊരു സ്ഥലം കൂടി അദ്ദേഹത്തിന് ഈ പ്രദേശത്തിനുണ്ടെന്നാണ് നാട്ടുകാർ തന്നെ വ്യക്തമാക്കുന്നത്. ഏതായാലും വളരെ ഗുരുതരമായ ആരോപണമാണ് അജിത് കുമാർ എന്ന സംസ്ഥാന പോലീസിലെ ഏറ്റവും കരുത്തരായ ഉദ്യോഗസ്ഥർക്കെതിരെ PV അൻവർ എന്ന ഇടതുപക്ഷ MLA ഉന്നയിച്ചിരിക്കുന്നത്. ഈ സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ്, സ്ഥലം വളരെയധികം വിലയുള്ളതാണെന്ന് വ്യക്തമാണ്. വലിയ പ്ലാൻ, വീടിന്റെ പ്ലാനുമൊക്കെ ഇതിനകം തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വീടിന്റെ പ്രാരംഭ നിർമ്മാണ ഘട്ടമാണ്. പൈലിംഗ് ജോലിയും മറ്റും നടക്കുന്നു. ഭൂമിക്കടിയിലേക്ക് കൂടി നിലകളുള്ള ഒരു വീട് എന്ന് വേണം മനസ്സിലാക്കാൻ. 15,000 സ്ക്വയർ ഫീറ്റിനൊക്കെ ഇവിടെ സാധ്യതയുണ്ടോ എന്ന കാര്യത്തിലൊക്കെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ ഇതാണ് സ്ഥലം. ഇതാണ് ആദ്യമായി ന്യൂസ് 18 പ്രേക്ഷകരിലൂടെ പുറത്തുവിടുന്നത്. ഈ സ്ഥലത്താണ് അജിത് കുമാറിന്റെ വീട് നിർമ്മാണം പുരോഗമിക്കുന്നത്.
വി അരുണാണ് ആദ്യമായി ആ സ്ഥലത്തെത്തുകയും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തത്. പി.വി. അൻവർ MLA ആരോപണമായിരുന്നു അത്. ഈ ഗോൾഫ് ക്ലബിന് സമീപത്ത് കവടിയാർ പാലസിന്റെ തൊട്ടടുത്ത് വലിയൊരു കൊട്ടാര സമാനമായിട്ടുള്ള വീട് നിർമ്മാണം MR അജിത് കുമാർ നടത്തുന്നുണ്ട് എന്നുള്ളത്. എന്നാലും കോടികൾ ആ സ്ഥലത്തിന് 10 സെന്റെങ്കിൽ 10 സെന്റ് അതിന് കോടികൾ വില വരും എന്നുള്ളതാണ്. അതിന്റെ സ്രോതസ്സും അന്വേഷിക്കേണ്ടി വരും. സോളാർ അന്വേഷണം അട്ടിമറിക്കാൻ MR അജിത് കുമാർ സമീപിച്ചിട്ടുണ്ട് എന്ന് സോളാർ പീഡന കേസിൽ ഇര ന്യൂസ് 18നോട് പറഞ്ഞു. കേസ് അട്ടിമറിക്കാൻ വേണ്ടി പ്രത്യേകിച്ചും കോൺഗ്രസിലെ 2 പേർക്കെതിരെയുള്ള കേസ് മൊഴികൾ ഒന്ന് വൈരുദ്ധ്യം വരുത്തണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണെങ്കിൽ ആ രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല കേസ് ഒഴിവാകുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ രീതിയിൽ പ്രശ്നങ്ങളെല്ലാം തീർത്ത് മുമ്പോട്ട് പോകുവാനുള്ളൊരു സാഹചര്യം കറക്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും പാലിച്ചിട്ടില്ല. ഇനി ഞാൻ അന്വേഷിച്ചിട്ടുള്ളതിൽ അവരൊക്കെ എന്തൊക്കെയാ ചെയ്തിട്ടുള്ളതെന്നുള്ളതിന്റെ ഫുൾ റെക്കോർഡ്സ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്. അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസുകൾ ഉൾപ്പെടെയുള്ള ചില വ്യക്തികൾക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ADP MR അജിത് കുമാറിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. ഓൺലൈൻ മാധ്യമ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ 2 കോടി രൂപ വാങ്ങി. അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തുന്ന വിവരം ചോർത്തി നൽകിയെന്നും VD സതീശൻ ആരോപിച്ചു. പോലീസിന്റെ വയർലെസ് സംഭാഷണം ചോർത്തിയതിന് കേസെടുക്കപ്പെട്ട ഒരു ഓൺലൈൻ പത്രപ്രവർത്തകൻ അയാൾ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ അയാളുടെ കയ്യിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിച്ച് പോലീസ് പൂനെയിലും ഡൽഹിയിലും അയാളെ അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ ഈ ADGP പോലീസിന്റെ വരവ് ചോർത്തിക്കൊടുത്തു അയാൾക്ക്, പ്രതിക്ക്. ഈ സംസ്ഥാനത്തെ പോലീസ് കേസെടുത്ത ആളെ പോലീസിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കാൻ 2 കോടി രൂപ വാങ്ങിച്ച് ADGP വിവരം ചോർത്തിക്കൊടുത്തു. ഗുരുതരമായ ആരോപണമാണ്. മാത്രമല്ല തൃശൂർ റേഞ്ചിൽ ഉൾപ്പെടെയുള്ള മിക്ക SP-മാരും ഇയാൾക്ക് വേണ്ടി പണം ശേഖരിക്കുന്ന ആളുകളാണ്. ഇയാളുടെ ഭാര്യ സഹോദരന്മാർ കോടിക്കണക്കിന് രൂപയുണ്ടാക്കി. എല്ലാ സംഭവങ്ങളുടെയും ഇടനിലക്കാരനായി നിന്ന് കോടികൾ സമ്പാദിക്കുന്നു. അയാൾക്ക് പിന്തുണ കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. PV അൻവറിന്റെ ആരോപണം പരിശോധിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർക്കാരും പാർട്ടിയും പരിശോധിക്കുമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. പ്രശ്നങ്ങളും ഗവൺമെന്റും പാർട്ടിയും ആവശ്യമായ രീതിയിലുള്ള ഗൗരവത്തോടുകൂടി തന്നെ എല്ലാ വശങ്ങളും എല്ലാ ഭാഗവും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് KT ജലീൽ MLA. ഒരധികാര പദവിയും വേണ്ട എന്ന് KT ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. അവസാന ശ്വാസം വരെ CPM സഹയാത്രികനായി തുടരും. CPM നൽകിയ പിന്തുണയും അംഗീകാരവും മരിച്ചാലും മറക്കില്ല. ഉദ്യോഗസ്ഥരിലെ കള്ളനാണയങ്ങളെ തുറന്നു കാട്ടുമെന്നും അതിന് ഒരു പോർട്ടൽ തുടങ്ങുമെന്നും ജലീൽ FB പോസ്റ്റിൽ കുറിച്ചു. ഇനി മറ്റ് ചില വാർത്തകളിലേക്ക് പോയാൽ KPCC നേതൃത്വത്തെ വെല്ലുവിളിച്ച് സിമി റോസ്ബെൽ ജോൺ വെളിപ്പെടുത്തൽ നടത്തിയത് CPM-മായി ഒത്തുകളിച്ചാണെന്ന ആരോപണം തെളിയിച്ചാൽ തലമുണ്ടനം ചെയ്യുമെന്നാണ് പ്രഖ്യാപനം. തെരഞ്ഞെടുപ്പിനായി DK ശിവകുമാർ നൽകിയ പണം കോൺഗ്രസ് നേതാക്കൾ തിരിമറി നടത്തിയെന്ന ആരോപണവും സിമി ഉന്നയിച്ചു. ഇതിനിടെ സിമി റോസ്ബെൽ നടത്തിയ വെളിപ്പെടുത്തലിൽ കോൺഗ്രസ് നേതൃത്വം പ്രതികരിക്കണമെന്നാവശ്യപ്പെട്ട് CPM രംഗത്തെത്തി. കോൺഗ്രസിലെ വനിതാ നേതാക്കളെ അധിക്ഷേപിച്ച മുൻ AICC അംഗവും PSC അംഗവുമായിരുന്ന സിമി റോസ്ബെൽ ജോണിനെ കഴിഞ്ഞ ദിവസമാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. ഇന്ന് മാധ്യമങ്ങളെ കണ്ട സിമി താൻ CPM-നെ കൂട്ടുപിടിച്ചാണ് ന്യൂസ് 18 കേരളത്തിന് അഭിമുഖം നൽകിയതെന്ന VD സതീശന്റെ ആരോപണത്തെ പൂർണ്ണമായും തള്ളി. ഞാൻ വെല്ലുവിളിക്കുന്ന അദ്ദേഹത്തോട് തെളിയിക്കാനായിട്ട് വെല്ലുവിളിക്കുന്ന CPM-ആയിട്ട് ഗൂഢാലോചനയുണ്ടെങ്കിൽ ഞാൻ ശിരസ് മുണ്ടനം ചെയ്ത് KPCCക്ക് സമർപ്പിക്കുന്നതാണ്. പാർട്ടിയിലെ ചില നേതാക്കൾക്കെതിരെ ലൈംഗിക ആരോപണ പരാതിയുണ്ടെന്നും അതിന്റെ തെളിവ് തന്റെ കയ്യിലുണ്ടെന്നും സിമി റോസ്ബെൽ വെളിപ്പെടുത്തി. കെ സുധാകരന് സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എന്നാൽ പലരെയും പേടിയാണെന്നും സിമി കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തോട് ആരെന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് ഉള്ളിനുള്ളിൽ ഒരു നന്മയുള്ള വ്യക്തിയാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് സഹായിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിന് പേടിയാണ്. അതിനിടെ ചില നേതാക്കൾക്കെതിരെ വലിയ സാമ്പത്തിക ആരോപണം കൂടി സിമി ഉന്നയിച്ചു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കർണാടകയിൽ നിന്നും DK ശിവകുമാർ കായവണ്ടിയിൽ
30 ലക്ഷം കേരളത്തിലെത്തിച്ചു. അതെവിടെയെന്നും സിമി ചോദിച്ചു. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് എന്നോട് സംസാരിച്ചത്, DK ശിവകുമാർ കൊടുത്ത 30 കോടി ഒരു കായവണ്ടി വന്നു, അത് എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ല, അതിന്റെ രേഖകൾ ഇന്ന് എനിക്ക് മിക്കവാറും കിട്ടും. സിമി റോസ്ബെല്ലിന്റെ ആരോപണത്തിൽ പാർട്ടി നേതൃത്വം മറുപടി പറയണമെന്ന് MV ഗോവിന്ദൻ. അല്ല, അവർ ഉന്നയിച്ച കാര്യം പത്രത്തിലൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്, വാർത്ത വന്നിട്ടുണ്ട്. അതിന് കോൺഗ്രസ്സാണ് മറുപടി പറയേണ്ടത്. അതായത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ച ഒരാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് അവരിന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കോൺഗ്രസ്സാണ് മറുപടി പറയേണ്ടത്. എന്തായാലും ഇന്ന് സിമി നടത്തിയ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരാണ്. ഇതൊരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാൻ തന്നെയാണ് CPMന്റെ തീരുമാനം. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമ കേസുകളിൽ അന്വേഷണത്തിന്റെ 1ാം ഘട്ടം പൂർത്തിയായെന്ന് IG G പൂങ്കുഴലി. വർഷങ്ങൾക്ക് മുൻപ് നടന്ന കേസായതിനാൽ കൂടുതൽ അന്വേഷണം വേണം. പ്രതികളുടെ അറസ്റ്റ് ഉടനില്ല. പ്രതികൾ പലരും മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും IG പറഞ്ഞു. അല്ല, ഫസ്റ്റ് ലെവൽ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞെന്ന് പറയാം. ഇനി അടുത്തുള്ള കുറെ പഴയ കേസായതുകൊണ്ട് ഒരുപാട് അന്വേഷിക്കേണ്ടതുണ്ട്. കുറെ മൊഴികളും കുറെ സാക്ഷികളും എല്ലാം എടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റേതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അല്ല, ഇപ്പോൾ കേസ് കോടതിയിലുള്ളതുകൊണ്ട് ഇപ്പൊ നമുക്ക് അതിന് കോടതിയിൽ എന്ത് പറയുന്നുണ്ടോ അനുസരിച്ചായിരിക്കും അടുത്ത് ചെയ്യുന്നത്. കാഫിർ സ്ക്രീൻഷോട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിഷയങ്ങളിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധവുമായി UDF. സ്ത്രീവിരുദ്ധ സർക്കാരിന് വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ്. ഇടത് വനിതാ നേതാക്കൾ വരെ നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും സർക്കാർ സംരക്ഷണമൊരുക്കിയെന്നും പ്രതിപക്ഷം ആരോപിച്ചു. സിനിമാ മേഖലയിലെ ലൈംഗിക ആരോപണത്തിൽ മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുകയാണ്. പരാതിക്ക് പിന്നിൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്നാണ് മുകേഷിന്റെ വാദം. ഇത് സാധൂകരിക്കുന്ന തെളിവുകൾ മുകേഷിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കിയെന്നാണ് വിവരം. ഇതിനിടെ മുകേഷിന്റെ ജാമ്യത്തെ എതിർക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതേസമയം നടൻ സിദ്ദിഖ് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, എപ്പോഴത്തേക്ക് തീരുമാനമുണ്ടാകും മുകേഷിന്റെ ജാമ്യാപേക്ഷയിൽ? കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അടച്ചിട്ട കോടതി മുറിയിലാണ് വാദം നടക്കുന്നത്. മുകേഷിന്റെ മാത്രമല്ല, അതോടൊപ്പം തന്നെ VH ചന്ദ്രശേഖരന്റെയും മണിയൻപിള്ള രാജുവിന്റെയും ജാമ്യാപേക്ഷകൾ പരിഗണിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അല്പസമയത്തിനകം ആ വാദം ഇത് സംബന്ധിയായ വാദങ്ങൾ അവസാനിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂറായി ഇപ്പോൾ കേസ് പരിഗണിക്കുന്നു. അതിൽ വിശദമായ വാദങ്ങൾ ആവശ്യമുണ്ട് എന്ന് തന്നെയാണ്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ മുകേഷ് അഭിഭാഷകൻ ചില തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ കൈമാറിയിരുന്നു. ചില ഡിജിറ്റൽ രേഖകൾ തന്റെ പക്കലുണ്ട്. കാരണം ഇത് ഒരു ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ നടന്നിട്ടുള്ളത് എന്ന് തനിക്ക് തെളിയിക്കാൻ കഴിയുമെന്ന് ചില അവകാശങ്ങൾ മുകേഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അഭിഭാഷകനും അത്തരം കാര്യങ്ങളുടെ സൂചനകൾ നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ, ചില തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്നും പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ അഭിഭാഷകനെ കൈമാറിയിരുന്നു. അത് ഇന്നിപ്പോൾ കോടതിയിൽ ഈ ജാമ്യാപേക്ഷ അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ അത് കോടതിക്ക് സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതോടൊപ്പം മുകേഷിന് നൽകിയിരിക്കുന്ന അറസ്റ്റ് ഒഴിവാക്കുന്നത് അടക്കമുള്ള കാലാവധി നിശ്ചയിച്ചുകൊണ്ട് 5 ദിവസങ്ങളിൽ നൽകിയിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 ജാമ്യ ഹർജികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാദം അവസാനിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോടതി അടുത്ത നടപടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാദങ്ങൾ എന്ത് തീർപ്പ് കൽപ്പിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം വ്യക്തമാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇതിൽ എറണാകുളത്തെ യുവ നടി നൽകിയിരിക്കുന്ന മൊഴി ഇത് സംബന്ധിച്ച് രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിന്, അത് ജയസൂര്യയുടെ കേസിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിന് ഇന്ന് വഞ്ചൂർ കോടതിയിൽ ഉച്ചയ്ക്ക് ശേഷം 3:30 രഹസ്യമൊഴി രേഖപ്പെടുത്തുമെന്നാണ് അറിയുന്നത്. ഈ നടപടികൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. അന്വേഷണവും ഇപ്പോഴും തുടരുന്നു. തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളും ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ 3 പേരുടെ ജാമ്യ ഹർജികൾ ഇപ്പോൾ വാദം നടക്കുന്നത്. റൈറ്റ്, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. നടൻ ജയസൂര്യക്കെതിരായ പരാതിയിൽ എറണാകുളം സ്വദേശിയായ നടിയിൽ നിന്ന് രഹസ്യമൊഴിയെടുക്കും. ഉച്ച കഴിഞ്ഞ് തിരുവനന്തപുരം വഞ്ചൂർ കോടതിയിലാണ് മൊഴി രേഖപ്പെടുത്തുക. ഫെഫ്കയ്ക്കെതിരെ ആരോപണവുമായി മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ. മാധ്യമങ്ങളോട് സംസാരിച്ചതിന് ഭാഗ്യലക്ഷ്മിയും B ഉണ്ണികൃഷ്ണനും പൊട്ടിത്തെറിച്ചു എന്നാണ് ആരോപണം. പ്രശ്നങ്ങൾ ഫെഫ്കയ്ക്കുള്ളിൽ തീർക്കണം, പുറത്തു പറഞ്ഞ് സംഘടനയ്ക്ക് മാനഹാനി ഉണ്ടാക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപത്തെ ലൈംഗിക പീഡന ആരോപണം ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്തിനാണ് എന്ന് അവർ ചോദിച്ചു എന്ന് പറയുന്നു. തകർക്കാൻ WCC നിയോഗിച്ചവരാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതെന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞുവെന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ആരോപിച്ചു.
മിനിയാന്ന് നടന്ന മീറ്റിംഗില് ഭാഗ്യലക്ഷ്മി ഭയങ്കരമായി ബഹളം വെക്കുകയും ഭാഗ്യലക്ഷ്മിക്കെതിരെ കുറച്ച് ആളുകൾ നിൽക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ അതിപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഇതിനകത്ത് പറഞ്ഞാൽ പോരെ എന്നുള്ളതാണല്ലോ അവർ വെക്കുന്ന ഒരു സാധനം. എന്തിന് മീഡിയയിൽ പറഞ്ഞു? ഞാൻ ചോദിക്കുന്നത്, ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞ ലേഡി അവര് സ്ത്രീകളുടെ എല്ലാ കാര്യങ്ങൾക്കും മുൻകൈ എടുത്ത് നിൽക്കുന്ന ആളാണ്. ആ വ്യക്തി എന്തുകൊണ്ടിട്ട് എനിക്ക് ആ എതിരെ ഒരു മറുപടി പറഞ്ഞെന്ന് എനിക്കറിയില്ല. ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് പറയുകയുണ്ടായി, കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിൽ പോയപ്പോ അവർക്കെതിരെ പറഞ്ഞു വന്നു. അതെനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല, എന്തുകൊണ്ടിട്ടാണ് ആ മാഡം അങ്ങനെ ഒരു നിലപാട് എടുത്തതെന്ന് എനിക്ക് ഇപ്പോഴും വ്യക്തമാവുന്നില്ല. അതേക്കുറിച്ച് എനിക്കിപ്പോ സംസാരിക്കാനോ എനിക്കിപ്പോ ആകെ ഷോക്കാണ്. ആ മാം ഇങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് എനിക്കറിയത്തില്ല, എന്താണ് അത് ഇങ്ങനെ. പി ജയരാജനെതിരെ വീണ്ടും പി ജയരാജൻ റിസോർട്ട് ആരോപണം സംസ്ഥാന സമിതിയിൽ വീണ്ടും ഉന്നയിച്ചു. പാർട്ടിക്ക് നൽകിയ പരാതിയിൽ എന്ത് നടപടി ഉണ്ടായെന്ന് പി ജയരാജൻ ചോദിച്ചു. പരാതി ഇപ്പോൾ പരിഗണിച്ചിട്ടില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മറുപടി നൽകി. അതേസമയം പാർട്ടി നടപടിയിൽ കടുത്ത അമർഷത്തിലാണ് EP. നടപടി അറിഞ്ഞത് സെക്രട്ടേറിയറ്റ് യോഗത്തിനിടെയാണ്. പാർട്ടി മാന്യത കാട്ടിയില്ല. കേന്ദ്ര കമ്മിറ്റി അംഗത്തോട് എങ്ങനെയാണോ പെരുമാറേണ്ടതെന്നും EP ചോദിച്ചു. മംഗളൂരുവിൽ 2.5 വയസ്സുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ മലയാളി അറസ്റ്റിലായി. എറണാകുളം പറവൂർ സ്വദേശി അനീഷ് കുമാറിനെയാണ് കർണാടക പോലീസ് ട്രെയിൻ യാത്രക്കിടെ കാസർഗോഡ് വെച്ച് പിടികൂടിയത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കുട്ടിയെ മാതാപിതാക്കൾക്ക് കൈമാറി. KV ബൈജു ചേരുന്നു. ബൈജു, എപ്പോഴാണ് ഇങ്ങനെ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്? ഈ കേസിന്റെ ആസ്പദമായിട്ടുള്ള സംഭവം എന്നായിരുന്നു? എൽദോ, ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് മംഗളൂരുവിലെ കങ്കരാടിയിൽ താമസിക്കുന്ന ന്യൂഡൽഹി സ്വദേശികളായ ദമ്പതികളുടെ 2.5 വയസ്സുള്ള കുഞ്ഞിനാണ് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയത്. ഈ സംഭവത്തിൽ റെയിൽവേ പോലീസും അതുപോലെ തന്നെ RPFിനെയും ഇടപെടലിനെ തുടർന്നാണ് കുട്ടിയെ മണിക്കൂറിനുള്ളിൽ തന്നെ കണ്ടെത്താനായത്. ഈ സംഭവത്തിൽ നാഗർകോവിലേക്ക് പോവുകയായിരുന്ന ഗാന്ധിധാം എക്സ്പ്രസിൽ വെച്ചാണ് ഈ എറണാകുളം പറവൂർ സ്വദേശി അനീഷ് കുമാറിനെ ഇത്തരത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ പ്രധാനമായും ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുകയായിരുന്ന ഈ പ്രതിക്കൊപ്പം സംശയകരമായ സാഹചര്യത്തിൽ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. ഇത് മറ്റ് യാത്രക്കാർ പോലീസിനെ അറിയിക്കുകയും ഈ കുഞ്ഞിന്റെ ചിത്രം മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞതോടെ കങ്കരാടി പോലീസ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തിയാണ് ഈ ട്രെയിനിൽ നിന്നും ഈ കുട്ടിയെയും അതുപോലെ തന്നെ ഇയാളെയും കസ്റ്റഡിയിൽ. കുട്ടിയെ ഏതായാലും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കുടുംബത്തിനൊപ്പം വിട്ടിട്ടുണ്ട്. ഇയാൾ പറയുന്നത് മുംബൈയിൽ നിന്നും മടങ്ങുമ്പോൾ ഈ കുട്ടി മംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ കുട്ടിയെ കാണുകയും തന്റെ കൈ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതേ തുടർന്ന് താൻ ഈ കുട്ടിയെ എടുത്തുകൊണ്ടുപോവുകയായിരുന്നു. തനിക്ക് ഒരു പെൺകുട്ടി വേണം എന്ന ഒരു ആഗ്രഹം കൊണ്ടാണ് ഇത്തരത്തിൽ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നാണ് ഇയാൾ പറഞ്ഞത്. ഇയാൾക്ക് 3 ആൺകുട്ടികളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടി വേണമെന്ന ആഗ്രഹത്താലാണ് തട്ടിക്കൊണ്ടുപോയെന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെയും അതുപോലെ തന്നെ ഈ RPFിന്റെയും ഒക്കെ വളരെ സമയോചിതമായ ഇടപെടലിനെ തുടർന്നാണ് ഈ കുട്ടിയെ അത്രയും പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്കകം തന്നെ കണ്ടെത്താനായത്. അതല്ലെങ്കിൽ കുട്ടി ഒരു പക്ഷേ ഇയാൾക്കൊപ്പം, ഇത് നാഗർകോവിലേക്ക് പോകുന്ന ഒരു വണ്ടിയാണ്, ഇയാൾ വീട്ടിലേക്കൊന്നും അങ്ങനെ സ്ഥിരമായി പോകാറില്ലെന്നും പോലീസ് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കുട്ടിയെ അത്തരത്തിൽ വലിയ തോതിൽ ഒരു പരിഭ്രാന്തി വരുന്ന ഒരു വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്ത ഇത് മാറുമായിരുന്നു. എൽദോ. റൈറ്റ്, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്. നോക്കാം സ്വർണ്ണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Wedding collections from Kavita Gold and Diamonds. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6670, പവന് 53,360. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 5530, പവന് 44